അപ്പോൾ ഈ പല വിരലെണ്ണാവുന്ന യൂട്യൂബേഴ്സ് ഈ റെയ്ഡിനെ കുറിച്ചും അതുപോലെ കമ്പനിയെ കുറിച്ചും പ്രത്യേകിച്ച് മരിച്ചുപോയ ചെയർമാനെ കുറിച്ചും വളരെ മ്ലേച്ഛകരമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരാളുടെ ഒരു രൂപ കൂടുതലായിട്ട് വാങ്ങിക്കുകയോ അവരെ കബളിപ്പിക്കുകയോ അവരിൽ നിന്ന് എന്താ പറയുക മുതലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് നഗ്നസത്യം. അപ്പോൾ ഇതൊരു ഉത്തരവാദപ്പെട്ട കമ്പനിയാണ്. ഉത്തരവാദിത്ത രീതിയിൽ എല്ലാം നടത്തിക്കൊടുക്കുക, പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ പ്രിൻസിപ്പിള്. അതുതന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യവും. ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരുന്നു, ഈ കമ്പനി കള്ളക്കടത്തും ബിനാമിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ മണി ലോണ്ടറിങ്ങും ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് പല മീഡിയകളും, ഞാൻ പറഞ്ഞ മെയിൻ സ്ട്രീം മീഡിയകളൊന്നുമല്ല, ഇതിവിടെയുള്ള ആൾക്കാരല്ല, യൂട്യൂബേഴ്സ് എല്ലാം വളരെയധികം ശ്രമിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസിക പ്രയാസങ്ങളുണ്ടാക്കി. മരിച്ചു കിടക്കുന്ന അയാളെ വേട്ടയാടുന്നത് അത് വളരെയധികം കഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതൊരു എന്തെന്നാ പറയാൻ ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം. അതൊരു വളരെ മ്ലേച്ഛകരമായ കാര്യമായിരുന്നു. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു വിധത്തിലുള്ള കള്ളക്കച്ചവടമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഇത്രയധികം എന്താ പറയുക വിമർശിക്കാൻ, മരിച്ചു കഴിഞ്ഞ് ഇത്രയധികം വിമർശിക്കാൻ എന്താ കാര്യമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാട്ടിൽ എന്ത് അരുതാത്തതാണ് പുള്ളി ചെയ്തത്.